ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 88ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ എടുക്കുന്നത്. ഇതിനു മുമ്പ് തൊയ്യിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. തൊയ്യ് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വൈദൂരം, എന്താ പറഞ്ഞത്, ദുനിയാവിന്റെ വൈദൂരം കുറയാനാണ് അല്ലേ, അതാണ് തൊയ്യ് എന്ന് പറഞ്ഞത്. ഈ തൊയ്യ് എങ്ങനെ സ്ഥിരപ്പെടുന്നത്, ദുനിയാവിന്റെ വൈദൂരം കുറയാനെങ്ങനെയാണ് മഹാന്മാർ പറയുന്നത്? ദുനിയാവിനോടുള്ള ഒരു മാനസികമായ മടുപ്പും വിരക്തിയും അടിമക്കുണ്ടാവുമ്പോഴാണ് അതിനുള്ള വൈദൂരം കുറയുന്നത്. അപ്പൊ ദുനിയാവിനോടുള്ള വിരക്തി എങ്ങനെ ഉണ്ടാവുക? സൃഷ്ടികളിൽ നിന്ന് മാനസികമായ അവസ്ഥ മാറി അള്ളാഹുവിലേക്ക് മനസ്സെന്തെയും ചേരുമ്പോഴാണ് സുഹൃത്ത് ഉണ്ടാവുക. നമ്മുടെ മനസ്സ് അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സൃഷ്ടികളിൽ നിന്ന് മൈൻഡ് മാറി അള്ളാഹുമായിട്ട് മനസ്സ് കണക്റ്റഡ് ആവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? സുഹൃത്ത് ഉണ്ടാവുക. ആളുകളിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് വലിയൊരു പ്രതീക്ഷ ഇല്ലാതെ അള്ളാഹുവിൽ നിന്ന് കിട്ടും. ആളുകളിൽ നിന്ന് കിട്ടിയാലും അത് അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള മാനസികമായ അവസ്ഥ ഉണ്ടാവുക. ആളുകളിൽ നിന്ന് എന്ത് ചെയ്യാ, ബഹുമാനമോ റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആദരവോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളോ പ്രതീക്ഷിക്കാതെ എല്ലാം അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അടിമ എത്തുമ്പോഴാണ് എന്ത് ഉണ്ടാവുക? സുഹൃത്ത് ഉണ്ടാവുക. സുഹൃത്ത് ഉണ്ടാവുമ്പോഴേ തൊയ്യുണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത്, എങ്ങനെ തൊയ്യ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ തൊയ്യാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ എങ്ങനെ തൊയ്യ് ഉണ്ടാവുക എന്നാണ് ഇനി പറയുന്നത്. മനസ്സിലായില്ലേ? തൊയ്യ് ഉണ്ടായാൽ യഥാർത്ഥത്തിൽ വിജയിച്ചു. യഥാർത്ഥ തൊയ്യ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെ തൊയ്യ് ഉണ്ടാകാം? തൊയ്യ് ഉണ്ടായാൽ സുഹൃത്ത് ഉണ്ടാകും. സുഹൃത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് നോക്കാം. സുഹൃത്ത് ഈ രീതിയിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അപകടം എന്താണ്? സുഹൃത്തിന്റെ എതിരെന്താണ്? സുഹൃത്തിന്റെ എതിരെന്ന് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാം. അള്ളാഹു അല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യാം? മാനസികമായി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഏത്? സുഹൃത്തിന് എതിര്. അപ്പൊ അള്ളാഹു അല്ലാത്തതിൽ നിന്ന് ബാക്കിയുള്ളതിനൊക്കെ ഒഴിവ് അള്ളാഹുവിലേക്ക് മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് സുഹൃത്ത്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുകയോ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയോ ഉണ്ടാവുമ്പോ അത് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞാലേ സുഹൃത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയോ. അപ്പൊ സൃഷ്ടികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോ സൃഷ്ടാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതെ കിട്ടുമ്പോ തമ്മിൽ എന്തുണ്ട്? വളരെയധികം വ്യത്യാസം. ആ വ്യത്യാസമാണ് പറയുന്നത്. നോക്കാം, വായിക്കാം. അൽ അത്താഉ മിനൽ ഖൽഖി ഹിർമാൻ വൽ മനഉ മിനല്ലാഹി ഇഹ്സാൻ. കണ്ടോ, നമ്മൾ പറയുന്നത് തൊയ്യിന് എതിരാണ്. ശരിക്കുന്നത് തൊയ്യിന് എതിരാണ് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നില്ല? അതിനോടൊരു വിരക്തി ഉണ്ടാവുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തതിലൂടെയും ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതിന് എന്തുണ്ട്? സന്തോഷമുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തതിൽ നിന്ന് പലതും കിട്ടുകയും അള്ളാഹുവിൽ നിന്ന് ചിലതൊക്കെ തടയുകയും ചെയ്യുന്ന അവസ്ഥ ശരിക്കും എന്താണ്? അതാണ് പറയുന്നത്. മനസ്സിലായില്ല? അള്ളാഹു അല്ലാത്ത പലരും നമുക്ക് പലതും തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ്? അത്താഴാണ്, സൃഷ്ടികളിൽ നിന്ന് കിട്ടുക. ശരിക്കും ഇതിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ കിട്ടുകയും ആ കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ആന്തരികമായി അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ആവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമുക്കെല്ലാം തരേണ്ട അള്ളാഹു തആല പലതും തരുന്നില്ല. അപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്? അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് അൽ അത്താഉ മിനൽ ഖൽഖി ഇർമാനുൻ. ഹൽ അത്താഉ കിട്ടുക, നൽകൽ, മിനൽ ഖൽഖി സൃഷ്ടികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹിർമാനും, അതൊരു തരം എന്താണ്? തടയലാണ്. എന്ന് വെച്ചാല് സൃഷ്ടികളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ശരിക്കും എന്താണ്?
അത് നമ്മളത് അതുകൊണ്ട് നമുക്ക് പലതും എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോ ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പൊ സൃഷ്ടികളിൽ ശരിക്കും കിട്ടൽ ശരിക്കും എന്തല്ല ഒരു കിട്ടലായി നമ്മൾ എന്ത് ചെയ്യണ്ട, അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത്. അതിന്റെ ഹക്കീകത്ത് നോക്കുമ്പോ അങ്ങനെയാണ്. സൃഷ്ടികളിൽ നിന്നുള്ള കിട്ടൽ മഹാന്മാരുടെ ഭാഷയിൽ, സൂഫിയാക്കളുടെ ഭാഷയിൽ സൃഷ്ടികളിൽ നിന്നുള്ള എല്ലാ കിട്ടലും ഹിർമാനാണ്. കാരണം അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഭവിഷ്യത്തുകള് അപ്പുറത്തുപ്പുറത്ത് നമുക്ക് ഉണ്ടാവും. വൽ മൻഉ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടായികയോ ഇഹ്സാനോ, അത് ഗുണാണെന്നാണ്. അപ്പൊ സൃഷ്ടികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടല്, നാടൻ ഭാഷ നമ്മൾ ചുരുക്കി പറയുന്നത് സൃഷ്ടികളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടല് ദോഷവും, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കല് ഗുണവുമാണ്. ഈ ഹക്കീക്കത്ത് തിരിച്ചറിഞ്ഞാലേ ഒരാൾക്ക് എന്തുണ്ടാവുള്ളൂ, സൂഹുണ്ടാവുള്ളൂ. സൂഹുണ്ടായാലേ തൊയ്യുണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പൊ സൃഷ്ടികളിൽ എന്തെങ്കിലും കിട്ടല് നമുക്ക് ഒരു ദോഷമാണ്. ദോഷം എന്ന് പറഞ്ഞാൽ അതൊരു തടസ്സമാണ്. അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടായികയും അത് നമുക്ക് ഗുണവുമാണ്. സൃഷ്ടികളിൽ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ആദരവ് കിട്ടും, നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും, നമുക്ക് പ്രശംസകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ സഹായങ്ങൾ കിട്ടും. ഇതൊക്കെ എന്താണ് ഒരു നിലക്ക് നോക്കുമ്പോ ഹിർമാനുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കാം. മഹാന്മാർ പറയുന്നത് സൃഷ്ടികൾ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഹിർമാൻ ആകാനുള്ള കാരണം 3 കാരണങ്ങൾ പറയുന്നു. ഹിർമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അതൊരു തരം നമുക്ക് എന്താണ്, ഒരു തരം ബ്ലോക്കാണെന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു തരം ലോക്കാണെന്നും പറയാം. ഹിർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ തടസ്സമാണ് എന്നർത്ഥം. 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കങ്ങനെ സൃഷ്ടികളിലൂടെ സ്ഥാനങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള പ്രശംസകള് ഒക്കെ കിട്ടുമെന്ന് ചെയ്യും, അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും, നമ്മളെ നഫ്സ് എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, അത് നന്നായി എന്ത് ചെയ്യും, എൻജോയ് ചെയ്യും. കുറെ ആളുകൾ നമ്മളങ്ങനെ മധു പറയും, അത് നമുക്കൊരു കിട്ടലാണ്. ആളുകൾ നമ്മളങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം ശരിക്കും എന്ത് ചെയ്യും, നമ്മളെ നഫ്സ് എൻജോയ് ചെയ്യും. നഫ്സ് എവിടെ ഇടപെടുന്നുണ്ടോ അവിടെ ഹൃദയത്തിന് മരണം സംഭവിക്കും. അപ്പൊ ശരിക്കും എന്താണ്, ആത്മീയമായ റൂട്ടിൽ ചിന്തിക്കുമ്പോ അങ്ങനത്തെ കുറെ പ്രശംസകളും പ്രസക്തികളും ചിലപ്പോൾ ഇങ്ങനത്തെ കുറെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ റൂട്ടിൽ എന്താണ് തടസ്സമാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ, ദുന്യവിയായി നമുക്ക് എത്രത്തോളം അഭിവൃദ്ധി കൂടുന്നുണ്ടോ അത് മര്യാദക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ആഖിറത്തിനനുസരിച്ച് സുഖങ്ങൾ കുറയുമെന്ന് ഖുർആൻ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ദുന്യാവിന്റെ സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നു, അത് നമ്മൾ ഭയങ്കര ലാവിഷായി ജീവിച്ച് അതിനനുസരിച്ച് പഠിച്ചുകൊണ്ട് ശുക്ർ ചെയ്തിട്ടില്ല എങ്കിൽ ആഖിറത്തിൽ എന്ത് ചെയ്യും? അപ്പൊ ശരിക്ക് ദുന്യാവ് കിട്ടിയാൽ അത് മര്യാദക്ക് യൂസ് ചെയ്ത് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ, ശരിക്കും മഹാന്മാരുടെ ഭാഷ എന്തല്ലോ, ഒരു മനുഷ്യൻ ദുന്യവിയായ എത്ര പ്രോഗ്രസ് പോകുന്നോ അനുസരിച്ച് ഉഖ്റവിയായിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് വരുമെന്നോ. അപ്പൊ എല്ലാ സുഖങ്ങളും ഇവിടെ തന്നെയാണ് സുഖിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സുഖങ്ങൾ ആഗ്രഹത്തിൽ നമുക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പഠിച്ചോണ്ട് എന്ത് ചെയ്യണം, ശുക്ർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ തൗബ ചെയ്തുകൊണ്ട് ശുക്ർ കാണിച്ചുകൊണ്ട് റസൂൽ കണ്ടീനെ അഫലാകുന അബ്ദൻ ഷക്കൂറ എന്ന് പറഞ്ഞ പോലെ ഫുൾ ടൈം അള്ളാഹു തന്നതാണ്, ഇതില്ലെങ്കിൽ പഠിച്ചോണ്ട് ഒരു വില ഇല്ലാന്നുള്ള എപ്പോഴും മനസ്സിനെ അങ്ങനെ സെറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അനുഗ്രഹങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ചോദ്യം, അദ്ഹബത്തും ത്വയ്യിബാതികും ഫീ ഹയാതികും അദ്ദുനിയ. ഈ ദുന്യാവിൽ തന്നെ ജീവിച്ചുകൊണ്ട് ജീവിച്ച സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പാരത്രിക ലോകത്തെ സുഖങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കളയുകയാണോ എന്നുള്ള ചോദിക്കുന്നു. അപ്പൊ ദുന്യാവിൽ തന്നെ കുറെ രസിച്ച് സുഖിച്ച് ഇവിടെ കളയുമ്പോൾ അത് വയവിൽ എൻജോയ് ചെയ്താൽ പാരത്രിക ലോകത്ത് എന്ത് ചെയ്യും, അതിൻ്റെതായ കുറെ കുറവുകൾ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ശുക്രാനുകൾ. ഇതൊക്കെ ആർക്കാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്ര പോകുന്ന ആളുകളെ കുറിച്ചാണ്.
എന്നുവെച്ചാൽ അള്ളാഹുമായി കണക്റ്റഡായ ആളുകൾക്ക് പിന്നെ എന്ത് ദുനിയാവ് കിട്ടാനൊന്നുമില്ല, പ്രശ്നമില്ല, അവരൊന്നും ബാധിക്കൂല. സുലൈമാൻ നബി ഇസ്ലാം എന്താണ് വല്ലതും ബാധിച്ചോ? ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ദുന്യാവിയായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഉഖ്റവിയായ പദവികൾ നമുക്ക് കുറയാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കിട്ടലൊക്കെ എന്താണ്, ചിലതിന് തടസ്സമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ആലോചിച്ച് നോക്കണ്ടേ, ജിഹാദിൽ വെച്ച് ഏറ്റവും നല്ല ജിഹാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ജിഹാദ് ഭയങ്കര പുണ്യമാണ്. പക്ഷെ ജിഹാദിൽ വെച്ച് ഏറ്റവും നല്ല ജിഹാദ് എന്താ പറഞ്ഞത്? വനീമത്തില്ലാത്ത ജിഹാദാണ്. ജിഹാദിന് നല്ല കൂലുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ജിഹാദ് വനീമത്തില്ലാത്ത ജിഹാദ്. കാരണം എന്താണ്, വേറെ അതിൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ വനീമത്തില്ലാത്ത ജിഹാദിന്. കാരണം എന്താ, ദുന്യവായിട്ടൊന്നും ഓടുന്നില്ല, ലാഭം കിട്ടണില്ല. ഒരു ഹദീസിൽ കാണാം, തിരിച്ചൊരു ഹദീസിൽ കാണാം, ഒരു സംഘം ആളുകൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഒരു യുദ്ധം ചെയ്തു. അങ്ങനെ അവർക്ക് ഒരുപാട് വനീമത്തുകൾ കിട്ടി. ഹദീസിൽ കാണാം, പക്കത്ത് തഅജ്ജലു സുലിസൈ അജ്റഹും, അവരുടെ പ്രതിഫലത്തിന്റെ 2/3 അവർക്ക് ഇവിടെ തന്നെ കിട്ടി. കാരണം അവർക്ക് വന്ന് ഇഷ്ടംപോലെ വനീമത്ത് കിട്ടി. അപ്പൊ ദുന്യാവിൽ നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വീണ്ടും പറയുന്നത്, നമ്മളൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ശുക്ർ നന്നായി ചെയ്തിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ എന്ത് ചെയ്യും, പലതും നമുക്ക് തടസ്സമാകാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാരണം, നമ്മൾക്ക് ആരാണോ ഒരാൾ, നമ്മൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിൽ നമുക്ക് എന്തൊക്കെ ഓരോ ഉപകാരങ്ങൾ കിട്ടിയോ നമുക്ക് അവരോടൊരു മുഹബത്തുണ്ടോ. അപ്പൊ നമ്മൾ അവര് പറഞ്ഞനുസരിച്ച് ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ 3 കാര്യങ്ങളാണ് മാനവ സൃഷ്ടികളിൽ കിട്ടുന്നത്. ചില നിലക്ക് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാൻ കാരണം, അത് മനുഷ്യന്റെ പ്രകൃതം. നമുക്ക് ഉപകാരം ചെയ്ത ആളോട് ഒരു വിധേയത്വം ഉണ്ടാകുക എന്നുള്ളത് മനുഷ്യന്റെ നാച്ചുറൽ. അപ്പൊ നമ്മളിപ്പോ 2 ആളെടുക്കും. ഒരാൾ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ്, മറ്റാൾ വലിയ ഉപകാരം ചെയ്യുന്ന ആളല്ല. അപ്പോ ഉപകാരം ചെയ്ത ആൾക്ക് നമുക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റവനോട് പറയുന്ന ടോണിലാവില്ല, എന്ത് ചെയ്യും, അവിടെ പറയാം. അല്ലെങ്കിൽ അത് തൽക്കാലം നമ്മൾ മൂടി വെക്കും, അല്ലെങ്കിൽ മുണ്ടണ്ടാന്ന് വെക്കും. കാരണം അയാൾക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ വെറുപ്പിക്കണ്ട എന്നുള്ളത് എന്ത് ചെയ്യും, നമുക്കൊരു വിധേയത്വം അവിടെ ഉണ്ടാവും. അതാണ് അലി റളിയല്ലാഹു പറഞ്ഞ, അലി റളിയല്ലാഹുവിന്റെ ഒരു വസിയത്തിൽ കാണാം, ലാ തജഅൽ ബൈനക വബൈനല്ലാഹി മുൻഇമൻ, അള്ളാഹുവിന്റെ ഇടയിലും നിന്റെ ഇടയിലും ഒരു വേറെ നിയമത്ത് ചെയ്യുന്ന ആളെ സൃഷ്ടിക്കരുത് എന്നാണ്. അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിൽ അള്ളാഹു അല്ലാത്ത വേറെ ആളെ നിനക്ക് അനുഗ്രഹം ചെയ്യുന്ന ആളെ കണ്ടാൽ എന്താണ്, അപ്പൊ എന്ത് ചെയ്യും, നീ അവനോട് ഒരു ബാധ്യസ്ഥനായി മാറുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്ത വേറെ ആളുകളിൽ നിന്ന് നമുക്ക് നിയമത്ത് കിട്ടി, അവരും അതിനെ നമ്മൾ പിന്നെന്ത് ചെയ്തു, ഭയങ്കര സന്തോഷത്തിൽ സ്വീകരിച്ച് അതിനെ നമ്മളൊരു മഹത്വവൽക്കരിച്ച് വന്നാൽ എന്തുണ്ടാവും, നമുക്ക് അവരോട് തിരിച്ചൊരു ബാധ്യത ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അല്ലാതെ ഒരു കവിതയിൽ കാണാം, നീ ആരോടാണോ നീ അങ്ങോട്ട് അനുഗ്രഹം ചെയ്ത് അവർക്കൊക്കെ നീ എന്താണ്, അവരൊക്കെ അമീറാണ് നീ. അതേസമയത്ത് നിന്നിൽ നിന്ന് പിന്നെ നീ ആരിലൊക്കെയാണോ ഔദാര്യം സ്വീകരിക്കുന്നത് അവരുടെയൊക്കെ അടിമയുമാണ് എന്നാണ് അള്ളാന്റെ ഒരു കവിതയിൽ കാണാം. നല്ല മനോഹരമായി മഹാനവർ പാടിയ ഒരു കവിതയിൽ കാണാം. അതായത് നീ ആർക്കൊക്കെ ഉപകാരം ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ അമീറാണ്. നീ ആരോടൊക്കെ ആവശ്യക്കാരനാണോ, ആരിലൊക്കെ നിനക്ക് എന്തൊക്കെ കിട്ടേണ്ടതുണ്ടോ, അപ്പൊ നീ അവരുടെയൊക്കെ അടിമയാണ്.
അപ്പൊ മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം, ഒരു രീതിയാണ് നമുക്ക് ആരൊക്കെ ഉപകാരം ചെയ്യുന്നുണ്ടോ ആ ഉപകാരം ചെയ്യുന്ന ആളുകൾക്ക് വിധേയമാകാന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഈ അബുൽ ഹസൻ ഷാദിലി എന്ന് പറഞ്ഞ പ്രമുഖനായ ഷാദിലിയ ത്വരീഖത്തിലെ വലിയ മഹാനാണ്, ത്വരീഖത്തിന്റെ അറിയപ്പെട്ട മഹാനാണ് അബുൽ ഹസൻ ഷാദിലി. അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ ഗുരുണ്ട് അബ്ദുൽ സലാം ബിൻ മഷീഷ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു വസിയത്ത് കാണാം, അതിൽ കാണാം യാ അബുൽ ഹസൻ ഇഹ്രിബ് മിൻ ഖൈറിൻ നാസി അക്സറ മിൻ തഹറുബ മിൻ ശർരിഹിം. അബുൽ ഹസൻ ഷാദിലിയോട് പറഞ്ഞൊരു വസിയത്ത് ശ്രദ്ധിക്കാം. എന്താണ്? അബുൽ ഹസനെ നീ എന്ത് ചെയ്യാ, ജനങ്ങൾ ഉപകാരം ചെയ്യുന്നതിൽ നിന്ന് നീ ഓടണം എന്നാണ്. ജനങ്ങളെ ഉപദ്രവത്തിനേക്കാളും നീ ഓടേണ്ടത് ജനങ്ങളുടെ ഉപകാരത്തിൽ നിന്നാണെന്നാണ്. അതിന്റെ വലിയ വലിയ മഹാന്മാർ എന്ത് ചെയ്യും, വേറെ ആളെ സഹായത്തിന് എന്ത് ചെയ്യില്ല, ഔദാര്യത്തിൽ നിൽക്കൂല. വലിയൊരു സൂഫിയാക്കളൊക്കെ നമ്മൾ ഇടപെട്ടപ്പോൾ കാണാം, അവർക്ക് എന്ത് കൊടുത്താലും നമ്മളൊന്നും കൊടുത്തിച്ചിട്ടൊന്നുമില്ല, വലിയൊരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ട്. ഞാൻ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന വലിയ മഹാനായിരുന്നു. അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയമാണ്. ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ പോയപ്പോ 2 രീതിയിൽ ഹദിയ കൊടുത്തു. അപ്പോ ആദ്യം കൊടുത്തപ്പോ വളരെ ചെറിയ എമൗണ്ട് കൊടുത്തു, സന്തോഷത്തിന് വേണ്ടി, നമുക്ക് സന്തോഷത്തിന് വേണ്ടി കൊടുത്തു. അത് ചെറിയ എമൗണ്ട് ആയിരുന്നു. അങ്ങനെ അത് കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാ എന്തിനാണ് എനിക്ക് പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, പിന്നെ എന്താ ഇതിനൊക്കെ ആവശ്യമില്ല, ഇത്ര ബുദ്ധിമുട്ടാണെന്നൊക്കെ കൊണ്ട് കുറെ വേണ്ടാന്ന് പറഞ്ഞ് കാശ് വേങ്ങി, നമ്മുടെ സന്തോഷം പറഞ്ഞ് വേങ്ങി. പിന്നെ രണ്ടാമത് കുറച്ച് കാലം കണ്ട് ഞാൻ കാണാൻ പോയി. അപ്പൊ ഞാൻ കുറച്ച് പൈസ ഒക്കെ കൂടുതൽ എടുത്ത് വെച്ചിട്ട് നല്ലൊരു കുറച്ച് എന്നാലും വലിയ എമൗണ്ട് ഒന്നുമില്ല. അന്നത്തെ നമ്മളെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് എടുത്തു വെച്ച് കുറച്ച് കാശ് കൂടുതൽ കൊടുക്കുന്ന എനിക്ക് സന്തോഷം. നമുക്ക് അന്നത്തെ കാലത്ത് അങ്ങനത്തെ അങ്ങനെയൊക്കെ സന്തോഷം തോന്നും. ചെറുപ്പത്തിലെ കഥ ഇട്ടത് ഉണ്ടായി, ചെറുപ്പത്തിനോ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി വെച്ച് അദ്ദേഹത്തിന് കൈ കൊടുത്ത് ഒരു ദിവസം പോയപ്പോ ദ്വാരക്കാൻ പോയപ്പോ കൊടുത്തപ്പോ അവരത് മെയിൻറ്റെയിൻ ചെയ്യാതെ നേരപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചത് അത്ര കുറെ കാശൊക്കെ എന്തിനാ എവിടുന്ന് എങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ നമ്മോട് ചോദിക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടാവുന്ന, അത് മൈൻഡേ ചെയ്തില്ല. അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചുള്ളതാണ്, സൃഷ്ടികളിൽ നിന്ന് നമുക്ക് തോന്നാണ് എന്ത്, നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്ന ഒന്നുമില്ല. അവർക്ക് സംബന്ധിച്ചത് എന്താണ്, അവർ ജനങ്ങളുടെ ഉപകാരത്തെ വെറുക്കുന്നവരാണ്, ജനങ്ങളുടെ ഉപകാരത്തെ വെറുക്കുക. അതാണ് അബുൽ ഹസൻ ഷാദിലി. അബുൽ ഹസൻ ഷാദിലിനെ ലോകപ്രസിദ്ധ സൂഫിയാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു പറയാണ്, നീ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ഓടുന്നതിനേക്കാളും ജനങ്ങളെ ഉപകാരത്തിൽ നിന്ന് ഓടണം എന്നാണ്. കാരണം എന്താ പറഞ്ഞത്, ജനങ്ങളുടെ ഉപകാരം നിന്നെ ബാധിക്കുന്നത് ഹൃദയത്തിലാണ്. ജനങ്ങളുടെ ഉപദ്രവം എന്താണ്, നിന്റെ ശരീരത്തിനെയൊക്കെ ബാധിക്കും, അത് സാരില്ല. പക്ഷെ ഉപകാരം എന്ത് ചെയ്യും, ഹൃദയത്തിൽ ബാധിക്കും. ഹൃദയത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹൃദയത്തിൽ ബാധിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് നമുക്ക് എന്തുണ്ടാവും, ആവശ്യമില്ലാത്ത വിധേയത്തുണ്ടാവും. അങ്ങനെ അള്ളാഹുവിനകത്ത് വേറെ സൃഷ്ടിയോട് വിധേയമുണ്ടാവുമ്പോ അള്ളാഹുമായിട്ടുള്ള വൈദ്യുതം എന്ത് ചെയ്യും, അത് ചുരുങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരെ തിയറി എന്താണ്, ഞാൻ വായിക്കാം, ഇതുകൂടെ ഇത് നിർത്തുള്ളൂ. മഹാന്മാരെ തിയറി എന്താണ്, തസ്വഫിലെ സൂഫിയാക്കളുടെ തിയറി. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മഹാന്മാരുടെ ഭാഷയിൽ ആരാണ് ഉത്തമൻ, ആരാണ് പിന്നെ വായിക്കാതെ പറഞ്ഞു. മഹാന്മാരുടെ ഭാഷയിൽ അറിയോ ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു വിഭാഗത്ത് വായിക്കട്ടോ. മാനബിന് ജീവ ഈ കഥ നിയമമിൽ കൊടുത്ത വിഭാഗത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്, ഈ കമ്മിന്റെ ഷറയിൽ അതിന് പറയുന്നുണ്ട്, വല അദുവൻ തസ്ലു ബിഹി ഇലാ റബ്ബിക.
ഖൈറു മിൻ ഹബീബിൻ യഖ്തൗക അൻ റബ്ബിക എന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്ക് നിന്നെ ചേർക്കുന്ന ശത്രുവാണ് അള്ളാഹുവിനെ തൊട്ട് നിന്നെ വിച്ഛേദിക്കുന്ന മിത്രത്തിനേക്കാളും നല്ലത് എന്നാണ്. ഭയങ്കര അർത്ഥവത്തായ വാക്കാണത്. അള്ളാഹുവിലേക്ക് നിന്നെ ചേർക്കുന്ന ശത്രുവാണ് അള്ളാഹുവിനെ നിന്ന് നിന്നെ ബന്ധം മുറിക്കുന്ന മിത്രത്തിനേക്കാളും നല്ലത്. ചില ആളുകള് നമുക്ക് ചിലപ്പോ ശത്രുത ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ആളുകള് നമ്മളെ മാനസികമായിട്ട് അവരോട് നമുക്ക് മുഷിപ്പായിരിക്കാം. അപ്പൊ അവര് കാരണം നമ്മൾ എന്ത് ചെയ്യും, ഉപദ്രവം വരാതിരിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, നിരന്തരം അവരോട് സഹായം ചോദിക്കും, അള്ളാഹുവിനോട് സഹായം ചോദിക്കും. ഇത് എല്ലായിടത്തും ശത്രു ആണെന്നില്ല. ഇപ്പൊ ജോലി സ്ഥലത്താവാം, ഇപ്പൊ ജോലി സ്ഥലത്ത് നമ്മൾ മേലുദ്യോഗസ്ഥന്മാരാകാം. അപ്പൊ അവരെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചോളെ എനിക്ക് സഹായം കിട്ടുന്നുണ്ടെന്ന് ചെയ്യും. അപ്പൊ അവർക്ക് അവിടെ വിജയിക്കാൻ അള്ളാഹുവിന്റെ സഹായം നിർബന്ധമായിട്ട് വരും. അപ്പൊ എപ്പോഴും അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുന്ന ആളുണ്ടാവും, അപ്പുറത്തുപ്പുറത്ത് അയൽപക്കത്തുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കാവലിട്ട് നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹുവിനോട് ഇങ്ങനെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലായി നമ്മൾ ആരിലേക്ക് അടുക്കാണ്, അള്ളാഹുവിലേക്ക് അടുക്കാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശരിക്കുള്ള കാരണം ആരാ, ഈ ശത്രുവാണ്. നേരെ വെച്ച് നമുക്ക് ഉപകാരം ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവരൊപ്പം നമ്മൾ കൂടി എന്ത് ചെയ്യും, നമ്മൾ ആ ഉപകാരത്തിന്റെ കൂടെ വിധേയമായിട്ട് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എന്ത് ഉണ്ടാവില്ല, വേണ്ടത്ര ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ മിത്രത്തിനേക്കാൾ നല്ലത് എന്താണ്, അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ശത്രു. ചില ഉപദ്രവകാരികൾ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ്, അവർ മിത്രങ്ങളാണ്. അവരുടെ ഉപദ്രവങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരിലേക്ക് അടുക്കുന്നത്, അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതിന് സഹായം കിട്ടാൻ ആര് വേണം, അള്ളാഹു താനെ വേണം. അല്ല നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ നിരന്തരം അള്ളാഹുവിലേക്ക് ഇങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോ അതാണ് ജനങ്ങളുടെ ഉപകാരവും ഉപദ്രവങ്ങളുടെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എന്ത് ചെയ്യണം, ജനങ്ങൾ നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ അവർക്ക് വിധേയമാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ ഒരാൾ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു, അത് മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഒരാൾ ഇങ്ങനെ നിരന്തരം സഹായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് വിധേയമാവുന്ന പ്രകൃതി ആർക്കുണ്ടാവും, നമുക്കുണ്ടാവും. നമ്മൾ എത്ര ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണ്, അത് മനുഷ്യന്റെ നേച്ചറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മറികടക്കാനുള്ള ഒരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പരിഹാരം? ഒരാൾ നമ്മളിങ്ങനെ സഹായിക്കാണ്, നമ്മളയാളെ സഹായം ഇങ്ങനെ പറ്റാണ്, ഓട്ടോമാറ്റിക്കലി നമ്മളയാൾക്ക് അനുസരിച്ച് ഇന്ന് കൊടുക്കണ്ടേ. അങ്ങനെ നിങ്ങൾക്ക് ഇജ്ജത്ത് കിട്ടാൻ നിങ്ങൾ എന്താ പറഞ്ഞേ, ഒരാൾ ഇങ്ങോട്ട് സഹായിക്കുമ്പോൾ എന്ത് ചെയ്യാം, തിരിച്ചും ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും സഹായിച്ചോളി. എന്നാ പിന്നെ എന്തായി, നമ്മളെ പകരായി. അപ്പൊ പിന്നെ അയാൾക്ക് അയാൾക്ക് സഹായിച്ചു, ഞാൻ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അയാളോട് വിധേയത്തുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ദാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ എന്നാണ്. നിങ്ങൾക്ക് ഒരാൾ നന്മ ചെയ്താൽ തിരിച്ചു അങ്ങോട്ട് ചെയ്തുകൊണ്ടേന്നാണ്. കാരണം എന്താണ്, അല്ലെങ്കിൽ അയാൾക്ക് വലിയ വിധേയത്തുണ്ടായി നമ്മളെന്താവും, വെറുതെ അയാൾക്ക് അടിമപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടിയും പഴയ വെക്കേണ്ടി വരും. ഇത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് അങ്ങനെ സഹായിച്ചതായിരിക്കുമെന്നില്ല. പക്ഷെ ദീനിന്റെ ചില പ്രതിസന്ധി കാര്യങ്ങളിൽ ചിലപ്പോൾ അയാൾക്കനുസരിച്ച് ദീൻ അടിച്ചേണ്ടി വരും. അതുകൊണ്ട് ആയിഷ ബീവി എന്ത് ചെയ്യും, സ്വതക്ക ആർക്കെങ്കിലും കൊടുത്തയച്ചാല് ഈ കൊടുത്ത അയച്ചാളോട് അവിടെ നോക്കാൻ പറയും, അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. അപ്പോ ചില ആളുകൾക്ക് സ്വതക്ക കൊടുത്തയച്ചാല് അവരെന്ത് ചെയ്യും, ആയിഷാ ബീവിക്ക് വേണ്ടി എന്തായാലും ഒരുവിധ ആൾക്കാർ നന്ദിയുള്ള പഠിച്ചോളെ വലിയൊരു ഉപകാരം കിട്ടി, ഹൈറാവട്ടെ എന്ന് തോർക്കുമല്ലോ. അപ്പൊ ഇപ്പുറത്ത് ഇതിൽ തിരിച്ചെന്ത് ചെയ്യും, അതിനേക്കാൾ തോർക്കും ആര്, ആയിഷ. അപ്പൊ ഒരാൾക്കും ആവശ്യമില്ലാതെ വിധേയമാകാതിരിക്കുന്നതിൽ നിന്ന് അപ്പൊ സൃഷ്ടികളിൽ നിന്ന് പലതും കിട്ടുമ്പോൾ നമുക്ക് എന്താണ്, അതൊക്കെ ഹിർമാനാവുന്നുണ്ട്, തടസ്സമാകുന്നുണ്ട്. അപ്പൊ തടസ്സം മറികടക്കാനുള്ള പണി നമ്മൾ എടുക്കണം. അപ്പൊ സൃഷ്ടികളിൽ നിന്നുള്ള പലതും അപ്പോ ആ തടസ്സമാവുന്നത് കൊണ്ടാണ്. അപ്പോ അതാണ് ഹിർമാൻ എന്ന് പറയുന്ന അർത്ഥം. അതേ സമയത്ത് വൽ മൻഉ മിനല്ലാഹി ഇഹ്സാനുൻ, അല്ലാഹു തആലയിൽ നിന്ന് പലതും നമുക്ക് തരാതിരിക്കുന്നത് ഗുണവുമാണ് എന്നാണ്.
സൃഷ്ടികൾ തരുന്നത് ദോഷവും അള്ളാഹു തആല തരുന്നത് തടയുന്നത് ഗുണവുമാണെന്ന. കാരണം എന്താണ്? അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു തആലക്ക് നമ്മൾ ചോദിക്കുന്നത് അറിയാം, തരാനുള്ള കഴിവുണ്ട്. ഒന്നും അറിയാനില്ല, എന്നിട്ടും പഠിച്ചവനായി തരാത്ത എന്താണ്? നമുക്ക് ആ സമയത്ത് തരാൻ നമ്മളോട് ദയ കൊണ്ടാണ്. നമുക്കത് ആ സമയത്ത് തരാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മളത് തന്നാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കത് ഉപദ്രവമായിരിക്കും. സൃഷ്ടികൾക്ക് ഇത് അറിയില്ല. പഠിച്ചോ നമുക്ക് തരാത്ത എന്താ? നമ്മളോടുള്ള ഗുണം കൊണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ തരാത്തതാണ് ശരിക്കും നമുക്ക് പിന്നീട് മനസ്സിലാവാം. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മളിത് പറയും. ചില സംഗതികളൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം പോലെ തോന്നിട്ടുണ്ട്. പക്ഷെ അന്ന് പഠിച്ചോണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടിയ സാധനം എന്താവില്ല, കിട്ടൂല. നമ്മൾ അതിമ ഒതുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? അള്ളാഹു തആല തരാത്തത് ഇഹ്സാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഒരുപാട് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. പലതും നമുക്ക് നടക്കാഞ്ഞത് പിന്നെ നമുക്കിത് തിരിയാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അന്നൊക്കെ നടക്കാൻ എത്ര നന്നായി നമ്മൾ എന്ത് ചെയ്തു. ഇപ്പോൾ പറയുന്ന എത്ര കേസ് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. എന്താ എന്താണ്? അതെന്താണ് സംഗതി? അന്ന് പഠിച്ച നമുക്ക് ഗുണം ചെയ്താണ്. ഇത് 10-50 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് തിരിയണത്. അപ്പൊ അള്ളാഹു തആല നമ്മൾ ആവശ്യപ്പെട്ട് എന്തൊക്കെ തരാതിരിക്കണോ അത് നമുക്ക് ഇഹ്സാനാണ്. പിന്നെ രണ്ടാമത് അള്ളാഹു തആല തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്താണ്? നമ്മള് ആ സാധനം കിട്ടോളം പഠിച്ചോന്റെ പിന്നെ ഇങ്ങനെ കൂടും, ദ്വാരക്കും, പ്രാർത്ഥിക്കും. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ എന്ത് ചെയ്യും? അള്ളാഹുവിനൊക്കെ നമ്മൾ അടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ചില സംഗതി അള്ളാഹുവിനെ നമുക്ക് എന്ത് ചെയ്യും? നീട്ടി കൊണ്ടുപോകും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ആത്മീയമായി വളരാൻ വേണ്ടിയിട്ട് അതും ഇഹ്സാനാണ് എന്നർത്ഥം. അപ്പൊ ഇതാണ് ശരിക്ക് അള്ളാഹുവിന്റെ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ദുന്യാവിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകാം. അപ്പൊ സുഹൃത്ത് ഉണ്ടാവും. അപ്പൊ സുഹൃത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? യഥാർത്ഥ ഈ ആഖിറത്തിലേക്കുള്ള വഴികളും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കുറഞ്ഞു കിട്ടും. അതെ, സൃഷ്ടികളിലൂടെ നമുക്ക് കിട്ടുന്ന സഹായങ്ങളൊക്കെ ആരിലൂടെയാണ്? റബ്ബിലൂടെ തന്നെയാണ്. റബ്ബാണെന്നുള്ള മൈൻഡ് നമുക്ക് എന്ത് വേണം? അവിടെ ഉണ്ടാവണം. അത് അല്ലാത്ത ഞാൻ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത സൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റുള്ള അവസ്ഥ, അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ മനസ്സിൽ ഒഴിവാക്കിയിട്ട് സൃഷ്ടികളിൽ നിന്നുള്ള ഈ മറ്റു സഹായങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ്. യഥാർത്ഥ എല്ലാ സഹായവും നമുക്ക് കിട്ടുന്ന സൃഷ്ടികളോടെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സൃഷ്ടിയോട് നന്ദി കാണിക്കണം. പക്ഷെ അതിനേക്കാൾ അതിന് സബബായ കാരണക്കാരായ ആൾ നന്ദി കാണിക്കണം. അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അപ്പോ സൃഷ്ടികളിൽ നിന്ന് കിട്ടുക, സൃഷ്ടാവിൽ നിന്ന് തടസ്സപ്പെടുക എന്നുള്ളതിന്റെ ഹക്കീക്കത്താണ് നമ്മൾ വിശദീകരിച്ച്. അവർ അത്താവുമേൽ ഹൽക്കി ഹിർമാനും എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചോദിച്ചതിന് മറുപടിയാ പറയുന്നത്. ഇതൊക്കെ ഹിർമാൻ ആവുന്നത് ആർക്കാണ്? അള്ളാഹുമായിട്ട് ബന്ധം ചേരാത്തവനാണ്. അള്ളാഹുമായിട്ട് ബന്ധമില്ലാതെ ആത്മീയ റൂട്ടിലേക്ക് പ്രവേശിച്ച് എന്നാൽ ഇതിന് രണ്ടിനടിയിൽ കിടക്കുന്ന ആളുകൾക്ക് സൃഷ്ടികളൊക്കെ ഹിർമാനാകുകയാണ്. കാരണം നമ്മൾ അള്ളാഹുവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ഇടപെടുമ്പോൾ സൃഷ്ടിയിലേക്ക് നമ്മൾ വീണ്ടും പോവാണ്. നേരെ മറിച്ച് അള്ളാഹുമായിട്ട് ബന്ധം ചേർത്തിയ ആളുകളാണെങ്കിൽ സൃഷ്ടികളുടെ ഏത് അവതാരങ്ങളുടെയും ഒഴുക്കിൽ എന്തുണ്ടാവില്ല? അവിടെ ഹിർമാന് ഉണ്ടാവില്ല, ബാധിക്കൂല. അപ്പൊ ഇതൊക്കെ ആത്മീയ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുമായിട്ട് ഉസൂൽ എന്ന് പറയും, ബന്ധം ചേർത്തിയ ആളാണെങ്കിൽ എല്ലാത്തിനും അള്ളാഹുവിനെ കാണുകയാണെങ്കിൽ സഹായം കിട്ടുമ്പോൾ അവര് ആ സഹായത്തിനെ കാണുന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അവർക്ക് സൃഷ്ടിയോടൊന്നും ഉണ്ടാവില്ല, വിധേയത്വം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ശുക്രുണ്ടാവും. റസൂൽ പറഞ്ഞ തിരിച്ചുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിന് വേണ്ടി ദീൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ മഹാന്മാരില്ല. എന്താണ് ഇത് തന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സോപ്പിടാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ. ഇപ്പൊ ഒരു സൂഫിയുടെ കഥ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ട്. എന്താ, അദ്ദേഹം മാർക്കറ്റിലേക്ക് മത്സ്യം വാങ്ങാൻ പോയപ്പോ അടുത്തുള്ള ആളുകൾ പറഞ്ഞു, എന്ത് അദ്ദേഹം എന്താ പറഞ്ഞത്, അദ്ദേഹം ആലിമാണ്, അദ്ദേഹത്തിന് നല്ല കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു, അങ്ങനെ വേണ്ട പറഞ്ഞു. കാരണം എന്റെ ഇൽമിനനുസരിച്ചല്ല ഈ സാധനം തരേണ്ടത്.
അപ്പൊ എന്റെ ദീനല്ലല്ലോ എന്റെ സാധനം തരാനുള്ള മാനദണ്ഡം. അപ്പൊ എന്താണ്, അപ്പോ അവിടെ ആ ഒരു എന്താണ് വിധേയത്വം അങ്ങനെ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ അത് അവർക്ക് സ്വീകരിക്കഴിഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുമായിട്ട് ബന്ധം ചേർത്തിയ ആളുകളാണെങ്കിൽ അവർക്ക് എന്തില്ല, ആരുടെ അവതാരം കിട്ടിയാൽ കിട്ടി, അത് അള്ളാഹുവിൽ നിന്നാണ്. നഷ്ടപ്പെട്ട അള്ളാഹുവിനെ തിരിച്ചെടുത്താണ്. അവർ സൃഷ്ടികളുമായിട്ട് മാനസികമായിട്ട് ഒരു വിധേയത്വമോ ഒരു പരാതിയോ ഒരു നിരാശയോ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ വാസിയാവുന്ന മുമ്പുള്ള അവസ്ഥയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് എന്നർത്ഥം. അള്ളാഹു താല നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ പറഞ്ഞു കേട്ട എല്ലാം സ്വലാമനെ സ്വീകരിക്കട്ടെ.